ابن عباس رضي الله عنهما قال نخل الجنة جذوعها من زمرد أخضر. സ്വർഗ്ഗത്തിലെ ഈത്തപ്പനകൾ, സ്വർഗ്ഗത്തിലെ വൃക്ഷത്തിൽ ഈത്തപ്പന, ജുദൂഉഹാ മിൻ സുമർറദിൻ അഖ്ളർ, അതിന്റെ ട്രങ്ക്, ആ വൃക്ഷത്തിന്റെ തടി എന്ന് പറയുന്നത് മിൻ സുമർറദിൻ അഖ്ളർ, പച്ച നിറമുള്ള മനോഹരമായ മരതക കല്ലുകളിൽ നിന്നാണ്. വഖിറബുഹാ ദഹബുൻ അഹ്മർ, അതിന്റെ പൂക്കുലകൾ ചെമന്ന നിറമുള്ള സ്വർണ്ണമാണ്. ദഹബുൻ അഹ്മർ, അതൊക്കെ ഇവിടെ ഉണ്ടോ? ചുവപ്പ് നിറമുള്ള സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞാൽ വൈറ്റ് ഗോൾഡ് എന്നൊക്കെ പറയാറുണ്ടല്ലേ? സ്വർഗത്തിലേത് ദഹബുൻ അഹ്മർ. വസഅഫുഹാ കിസ്വത്തുൻ ലിഅഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ ഈത്തപ്പനകളുടെ അതിന്റെ മട്ടലുകൾ, അതിന്റെ ഇലകൾ സഅഫ്. കിസ്വത്തു അഹ്ലിൽ ജന്ന, സ്വർഗവാസികൾക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ ഉണ്ടാകുന്നത് ആ ഈത്തപ്പനകളുടെ ഇലകളിൽ നിന്നാണ്. മിൻഹാ മുഖാതഅതുഹും വഹുലലുഹും, ആ ഈത്തപ്പനയിൽ നിന്നു തന്നെയാണ് അവരുടെ ആഭരണങ്ങളും അണിയാനുള്ളതും ധരിക്കാനുള്ളതും അല്ലാഹു നൽകുന്നത്, ചെറുതും വലുതുമായ വസ്ത്രങ്ങൾ. തിമാറുഹാ അംസാലുൽ ഖിലാലി വദ്ദിലാ, അവിടുത്തെ പഴങ്ങൾ വലുതാണ്. അംസാലുദ് ദിലാ, ദില എന്ന് പറഞ്ഞ ഒരു ആവറേജ് ഒരു ബക്കറ്റിനെയാണ് ദൽവ് എന്ന് പറയാം, അതിന്റെ പ്ലൂരലാണ് ദില. അങ്ങനെ അത്രയും വലിപ്പമുള്ള പഴങ്ങൾ സ്വർഗ്ഗലോകത്തുണ്ട്. അശദ്ദു ബയാദൻ മിനൽ ലബനി, പാലിനേക്കാളും നല്ല വെളുത്ത നിറമുള്ളത്. വഅഹ്ലാ മിനൽ അസലി, തേനിനേക്കാളും മധുരമുള്ള രുചിയുള്ള മധുരമുള്ളത്. വഅൽയന മിനസ് സുബദ്, ബട്ടറിനേക്കാളും നേർമയായത്, വെണ്ണയേക്കാളും നേർത്തത്. ലൈസ ഫീഹാ അജമുൻ, സ്വർഗ്ഗലോകത്തിലെ പഴങ്ങൾക്ക് കുരുകളില്ല എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടുപഠിച്ചതാണ് ഈ പറഞ്ഞു തരുന്നത്. സ്വർഗ്ഗത്തിലെ പഴങ്ങൾക്ക് ഉള്ളിൽ കുരുകളില്ല. നമുക്ക് അങ്ങനെ മുന്തിരി കുരുള്ളതും കുരുല്ലാത്തതും തിന്നുന്നതിന് വ്യത്യാസം ഉണ്ടാവും അല്ലേ? നമ്മുടെ ഇഷ്ടത്തിന് വ്യത്യാസം ഉണ്ടാവും. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ, സിദ്ദീഖ് എന്നവരുടെ പ്രിയപ്പെട്ട മോള് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, അവർ പറയുന്നു, അസ്മാ ബീവി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അസ്മാ ബീവിയുടെ ഉമ്മ വേറെയാണ്, ഖുസൈല ബീവിയാണ് അവരുടെ ഉമ്മ. ആയിഷ ബീവിയുടെ ഉമ്മ ഉമ്മു റൂമാൻ റളിയല്ലാഹു തആല അൻഹ. രണ്ടുപേരുടെയും ഉമ്മമാര് വ്യത്യാസമുണ്ട്. സിദ്ദീഖ് തങ്ങളുടെ മക്കളാണ് രണ്ടുപേരും, പക്ഷെ രണ്ട് ഭാര്യമാരിൽ. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്റത്തുൽ മുൻതഹയെ വിവരിച്ചുകൊണ്ടിരിക്കുന്നു. സിദ്റത്തുൽ മുൻതഹ സ്വർഗ്ഗത്തിലുള്ള വലിയ ഒരു വൃക്ഷമാണ്. സിദ്റത്തുൽ മുൻതഹ നമ്മൾ അതിന് നമ്മുടെ മനസ്സിൽ നിന്ന് പിക്ചറൈസ് ചെയ്യാം. ഇത് യഗ്ഷ സിദ്റതമായ യഗ്ഷ, ആ വൃക്ഷത്തിന്റെ മനോഹാരിത പോലോത്തത് ഞാൻ വേറെ കണ്ടില്ല, എനിക്കത് പറഞ്ഞു തരാൻ കഴിയില്ല എന്ന് മിഅ്റാജിന്റെ അനുഭവങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. യസീറു ഫീ ളിൽ ഫിനനി മിൻഹാ ളിൽ ഫനനി മിൻഹാ അർറാകിബു മിഅത സന. സിദ്റത്തുൽ മുൻതഹ എന്ന വൃക്ഷത്തിന്റെ ഓരോ കൊമ്പിന്റെയും താഴെ ഓരോ ശിഖരങ്ങൾ, അതിലൊക്കെ ഇലകളും കൊമ്പുകളും ചെറുതൊക്കെ ഉണ്ടാകും. അതിന്റെ താഴെ തന്നെ, അതിൽ ഒരു കൊമ്പ്, അതിന്റെ താഴെ തന്നെ ആവറേജ് സ്പീഡുള്ള ഒരു കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരൻ 100 വർഷമെടുക്കും ആ ഒരു ഒരൊറ്റ കൊമ്പിന്റെ തണൽ മുറിച്ച് കടക്കാൻ. അത്രയും മനോഹരമായ തണലുള്ളത്. നൂറുകണക്കിന് ആളുകൾക്ക് അതിന്റെ ഓരോ വൃക്ഷത്തിന് ഓരോ കൊമ്പിന്റെയും താഴെ തന്നെ തണൽ ഇരിക്കാൻ കഴിയും. അതിൽ സ്വർണത്താൽ നിർമ്മിതമായ കട്ടിലുകൾ അവിടെയുണ്ട്. അതിന്റെ താഴെ വിശ്രമിക്കാൻ സിദ്റത്തുൽ മുൻതഹയിൽ. ആ വൃക്ഷത്തിന്റെ പഴങ്ങളൊക്കെ അൽ ഖിലാൽ, ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള നല്ല വലിപ്പമുള്ളത്, ഒരു ബക്കറ്റിനോളം നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന സൈസുള്ള പഴങ്ങളുള്ളതാണ് സിദ്റത്തുൽ മുൻതഹ എന്ന് നിബിതങ്ങളുടെ വിവരണം അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ നിബിതങ്ങളിൽ നിന്ന് കേട്ടുപഠിക്കുകയാണ്. അർളുൽ ജന്നതി മിൻ വരിഖിൻ വതുറാബുഹാ മിസ്കുൻ വഉസൂലു ഷജരിഹാ ദഹബുൻ വവരിഖ് വഅഫ്നാഉഹാ ലുഅലുൻ വസബർജദുൻ വയാഖൂത്ത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗലോകത്തെ മണ്ണിനെ സംബന്ധിച്ച് പറഞ്ഞു, അർദുൽ ജന്നതി മിൻ വരിഖിൻ, അവിടുത്തെ ഭൂമി, അവിടുത്തെ ലാൻഡ് കിടക്കുന്നത് മിൻ വരിഖിൻ, വെള്ളിയാലുള്ളതാണ്. വതുറാബുഹാ മിസ്ക്, അർദുൽ ജന്ന, ലാൻഡ് എങ്ങനെയാണ്? അതിന്റെ മീതെയുള്ള മണ്ണ്, അതിന്റെ അടിത്തട്ട് എന്ന് പറയാം, അതിന്റെ മീതെ മണ്ണ് വെച്ചു. ആ മണ്ണ് മിസ്കുൻ, സുഗന്ധമുള്ള കസ്തൂരിയാണ്. വഉസൂലു ശജരിഹാ ദഹബുൻ വവരിഖുൻ, വൃക്ഷങ്ങളുടെ താഴ്ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്ന വൃക്ഷങ്ങളുടെ വേരുകൾ പോലെയല്ല. ദഹബുൻ വവരിഖുൻ, സ്വർണവും വെള്ളിയുമാണ്. വരിഖ് എന്ന അറബിയിൽ പറഞ്ഞ ഫിദ്ദ, സ്വർണത്തിന് പറയുന്ന, വെള്ളിക്ക് പറയുന്ന വേറെ പേരാണ് വരിഖ്. വഅഫ്നാനുഹാ ലുഅ്ലുഉൻ വസബർജദുൻ വയാഖൂത്, വൃക്ഷങ്ങൾ അങ്ങനെയാണ്, നമ്മൾ കാണുന്ന രീതിയിലല്ല. അതിന്റെ ശിഖരങ്ങൾ വിലപിടിപ്പുള്ള കല്ലുകളാണ്, മരതകങ്ങളാണ്, വൈഡൂര്യങ്ങളാണ്, വജ്രങ്ങളാണ്. വൽ വറഖു വസ്സമറു തഹ്ത ദാലിക്, അതിന്റെ താഴെയാണ് അതിന്റെ ഇലകളും പഴവർഗ്ഗങ്ങളും കിടക്കുന്നത്. ഫമൻ നകല ഖായിമൻ ലം യുദി, നിന്നിട്ട് ഒരാൾക്ക് അവിടെ തിന്നാൻ കഴിയും. വമൻ നകല ജാലിസൻ ലം യുദിഹി, ഇരുന്നിട്ട് അവിടെ തിന്നാൻ കഴിയും. വമൻ നകല മുൽതജിഅൻ ലം യുദി വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീലാ, അതിന്റെ പഴവർഗ്ഗങ്ങൾ മുഅ്മിനീങ്ങൾക്ക് തിന്നാൻ വേണ്ടി താഴേക്ക് താഴ്ത്തി കൊടുക്കുന്നവയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ജന്നത്തു മിഅതു ദറജ, സ്വർഗ്ഗം 100 തട്ടുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻഹാ മാ ബൈനസ് സമാഇ വൽ അർദ്, ഒന്ന് മറ്റൊന്നിലേക്കുള്ള ദൂരം ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുള്ള ദൂരമാണ്. വ ഇന്ന അലാഹൽ ഫിർദൗസ്, അതിലെ ഏറ്റവും ഉയർന്ന സ്വർഗ്ഗമാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം. വ ഔസതുഹൽ ഫിർദൗസ്, അതിന്റെ മിഡിലിൽ കിടക്കുന്നതും ഫിർദൗസ് തന്നെയാണ്. മിൻഹാ തഫജ്ജറു അൻഹാറുൽ ജന്ന, സ്വർഗ്ഗത്തിലെ അരുവികളും നദികളും ഒഴുകുന്നത് ഫിർദൗസിൽ നിന്നാണ്. ഫഇദാ സഅൽതുമുല്ലാഹ് ഫസ്അലൂഹുൽ ഫിർദൗസ്, അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഏറ്റവും ഉന്നതമായത് നമ്മൾ ചോദിക്കും, പടച്ചോനെ സ്വർഗ്ഗത്തിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് എന്നെ കയറ്റിയാൽ മതി, അത്ര ആഗ്രഹമുള്ളൂ. അങ്ങനെയൊന്നും പറയണ്ട. നമ്മൾ അങ്ങനെ ബസ് കയറുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിക്കാൻ സ്ഥലം കിട്ടിയാൽ മതി. വണ്ടി പോകാൻ തുടങ്ങിയാൽ ഒന്നൊരു അര ഇരിക്കാൻ നേരം കിട്ടുമോ, ഒരു സീറ്റ് കിട്ടുമോ, ഒരു ചാരിക്കാൻ കമ്പി കിട്ടുമോ എന്നൊക്കെ പിന്നെ ആഗ്രഹം വരും. ചോദിക്കുമ്പോഴെന്നെ നല്ല റിസർവ് ചെയ്ത സീറ്റ് കിട്ടണം എന്ന പോലെ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിച്ചോളൂ എന്നാ. അള്ളാഹു തരാൻ കഴിയൂലേ? അള്ളാഹുവിന്റെ ഖജനാവിലില്ലേ? അങ്ങനെയാണ് അള്ളാഹുവിനോട് ഫിർദൗസ് ചോദിക്കുന്നത്. അള്ളാഹുവെ നമുക്ക് തരണേ പടച്ചവനെ. യഖാലു ലിസാഹിബിൽ ഖുർആൻ, ഹിഫ്ദ് ചെയ്യുന്ന മക്കളുള്ളവര്, ഹിഫ്ദീങ്ങൾക്കൊക്കെ ഉള്ള വലിയൊരു സന്തോഷമാണ് ഈ ഹദീസ്. യഖാലു ലിസാഹിബിൽ ഖുർആൻ, ഖുർആനിന്റെ ആളോട് പറയപ്പെടും, ഇദാ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടന്നാൽ ഇഖ്റ വസ്അദ്, ഓദിക്കോ, മേലോട്ട് പോയിക്കോ. ഒരായത്ത് ഓതി അടുത്ത സ്റ്റേജിലേക്ക് പോ, അടുത്ത ആയത്ത് മേലോട്ട് പോ. ഫയഖ്റഉ വയസ്അദു ബികുല്ലി ആയത്തിൻ ദറജ, ഓരോ ആയത്തിനും ഓരോ സ്ഥാനങ്ങൾ. ഹത്താ യഖ്റഅ ആഖിറ ഷൈഇൻ മഅ, പഠിച്ചു വെച്ചതിലെ അവസാനത്തെ ഓർമ്മയുള്ള ആയത്ത് വരെ അങ്ങനെ പോകുന്ന. ഖുർആൻ മുഴുവൻ മനപ്പാഠമാക്കിയാലോ? ഉലമാ പറയാം, ഹാസ 6236 ദറജ, 6236. ഖുർആനിലെ മൊത്തത്തിലുള്ള ആയത്തുടെ എണ്ണം അതാണ് 6236. നമ്മൾ 6666 എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. കൃത്യമായും ആയത്തുകളുടെ എണ്ണം 6236. അത്രയും ദറജകൾ. അപ്പൊ 100 എന്ന് പറഞ്ഞത് ലിമിറ്റഡ് അല്ല എന്നർത്ഥം. അള്ളാഹുവിന്റെ ഇസ്മുകളെ സംബന്ധിച്ച് നമ്മൾ പറയും, അള്ളാഹുവിന്റെ 99 ഇസ്മൻ, അള്ളാഹു തആലാക്ക് 99 പേരുകളാണ്. മിഅത്തൻ ഇല്ലാ വാഹിദ, 100 ടേക്ക് അവേ 1, 99 എന്ന് പറയും. സത്യത്തിൽ ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വേറെയും ഹദീസുകളിൽ വന്നത് അതിന്റെ ആശയത്തിൽ അള്ളാഹുവിന്റെ ഇസ്മുകൾ ആ 99 ലിമിറ്റഡ് അല്ല. ഒരുപാട് ഇസ്മുകൾ വേറെയുമുണ്ട്. അള്ളാഹു പഠിപ്പിച്ചത് നമുക്കിപ്പോൾ അറിയുന്നത് 99. അങ്ങനെയൊക്കെ വരുമ്പോ 99ലും ഏറെയുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പോലെ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ ഒരാൾ അവരെത്തിപ്പെടുന്നത് സ്വർഗ്ഗലോകത്തിൽ 6236 ലെവലിലേക്കാണ് എന്ന് ഈ ഹദീസിനെ ഉലമാ വ്യാഖ്യാനിക്കുകയാണ്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على
سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.